ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ ജാതി വിവേചനത്തിലൂടെ ജീവനക്കാരിയെ പിരിച്ചുവിട്ടതായി പരാതി. ദുരനുഭവമുണ്ടായത് ജാതി വിവേചനം മൂലം സ്കൂൾ പ്രവേശനം ലഭിക്കാതിരുന്ന പഞ്ചമിയുടെ 4ാം തലമുറയ്ക്ക്. കഴിഞ്ഞ 3-ന് സ്കൂളിൽ ജോലിക്കായെത്തിയ മാറനല്ലൂർ സ്വദേശി ജയശ്രീയെ രക്ഷകർത്താവിന്റെ പരാതിയിൽ പിരിച്ചുവിട്ടുവെന്ന് ജയശ്രീ തന്നെ പറയുന്നു. ശരീരത്തിന് ദുർഗന്ധമുണ്ടെന്ന് ആക്ഷേപിച്ചതായും ജയശ്രീ മാറനല്ലൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പിരിച്ചുവിടുന്നതിന് സ്കൂൾ ബസ്സുകളുടെ കോർഡിനേറ്റർ അഭിലാഷ് നേതൃത്വം കൊടുത്തെന്നും പറയുന്നു. 5-ാം തീയതി രാവിലെ പോയി 5-ാം തീയതി ഉച്ചയ്ക്ക് പോയപ്പോഴാണ് ഇങ്ങനെ സംഭവം. ചെന്ന് സ്കൂളിൽ കയറിയതും എന്നെ കൊണ്ടുപോയ ചേച്ചിയാണ് എന്ത് പറഞ്ഞത്, ജയശ്രീ നിന്നെക്കുറിച്ചൊരു പരാതിയുണ്ട്, രക്ഷകർത്താവ് വിളിച്ച് പറഞ്ഞ്, അഭിലാഷ് സാറിൻ്റെ വിളിച്ച് പറഞ്ഞ്, അഭിലാഷ് എന്ന സാറാണ് വണ്ടിയിലെ മേൽനോട്ടം, ആ സാറിൻ്റെ വിളിച്ച് പറഞ്ഞെന്ന്, നീ സ്മെല്ലാണ്, നീ SC ആണ്, നിന്നെ ജോലിക്കെടുക്കാൻ പറ്റൂല എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഇത് കേട്ട് നേരെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി. അത് ടീച്ചറാണ്. ടീച്ചറിനെ ചോദിച്ചപ്പോൾ ടീച്ചർ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ടീച്ചർ അറിഞ്ഞിട്ടേ ഇല്ലാന്ന്. അപ്പോൾ എൻ്റെ ചോദിച്ചു ഇത് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ബിന്ദു ചേച്ചിയാണ് പറഞ്ഞത്. ബിന്ദു ചേച്ചിയോട് അഭിലാഷ് സാറ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അറിയാൻ വേണ്ടി HM 2-4-5 പ്രാവശ്യം ബെല്ലടിച്ചിട്ട് സാർ അകത്ത് കയറി വന്നില്ല. അപ്പോൾ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ സാറ് വെളിയിൽ നിൽക്കുകയാണ്, കാണാമായിരുന്നു, പകുതിയുള്ള ഡോറായിരുന്നു. അപ്പം പിന്നീട് ഇവർക്ക് ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് സാറ് വാദത്തെ വന്നിരുന്നു. അപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞു, അഭിലാഷേ 5-ാം നമ്പർ വണ്ടിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്, ആ വണ്ടിയിൽ നീ ആളെ നോക്കിക്കോണോ എന്നിങ്ങനെ ടീച്ചർ ദേഷ്യത്തിലാണ് പറഞ്ഞത്. സത്യത്തിൽ പറഞ്ഞു അങ്ങനെ. അപ്പോഴത്തേക്ക് ഉടൻ തന്നെ ഈ അഭിലാഷ് സാറ് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. എൻ്റെ ടീച്ചർ പറഞ്ഞ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും സാറിനെ കാണാത്തതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പോയ വണ്ടിയിലെ ഡ്രൈവർ അവിടെ വണ്ടിയിലിരിക്കുകയായിരുന്നു. അപ്പം പിള്ളേരൊന്നും പോയി തുടങ്ങിയില്ലല്ലോ. ഞാൻ പോയി ഡ്രൈവറോട് ചോദിച്ചത്, എന്നാൽ ഇതുപോലെ ഇങ്ങനെയാണ് സംഭവം, അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഡ്രൈവർ അറിഞ്ഞിട്ടേ ഇല്ല. അടുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അഭിലാഷ് സാർ അവിടെ വേറെ വണ്ടിയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ പോയി ഇതുപോലെ അഭിലാഷ് സന്ദേശം പറഞ്ഞു, സാർ ഇതുപോലെ എന്താ സാറേ അത് രക്ഷകർത്താവ് ഇങ്ങനെ പറഞ്ഞു. അതെ, അത് പിന്നെ ഡ്രൈവറോടാണ് പറഞ്ഞത്. പക്ഷേ അഭിലാഷ് സാറ് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ബിന്ദു ചേച്ചിയോട് അഭിലാഷ് സാറിൻ്റെ കൂടെയാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത് ഫോൺ വിളിച്ച്. പക്ഷേ അഭിലാഷ് സാർ എന്നോട് പറയുന്നത് വെച്ചാൽ ഡ്രൈവറോടെയാണ് പറഞ്ഞത്, നിങ്ങൾ പോണ റൂട്ടിൽ മലയങ്കീഴ് പോണ റൂട്ടിൽ ഒരു രക്ഷകർത്താവിന് പിന്നെ ഇയാളെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ജാതി ശരി SC ജാതിയാണ്, അവരെ എടുക്കണ്ട, പിന്നെ സ്മെല്ലാണ്, പിന്നെ പിടിച്ചില്ലാന്ന്, എന്നെ പറ്റുന്നില്ലാന്ന്, രക്ഷകർത്താവിന് എന്നെ പറ്റില്ലെന്ന്. അപ്പോൾ രക്ഷകർത്താവിന് പറ്റില്ലെന്ന് വെച്ചാൽ രക്ഷകർത്താവിനല്ല ഞാൻ പിക്ക് ചെയ്ത് കൊണ്ട്, കൊച്ചിനെയല്ലേ ഞാൻ പിക്ക് ചെയ്ത് കൊണ്ടുപോകണത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഏത് രക്ഷകർത്താവാണ് സാറേ പറഞ്ഞത്? അത് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് മാറിയിട്ട് എന്തായാലും ജോലിക്ക് എടുക്കാൻ പറ്റൂല, നിങ്ങൾ SC അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് മാറിക്കളഞ്ഞു. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് KPMS അറിയിച്ചു. സംഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നത് പഞ്ചമിക്കുണ്ടായ അതേ അനുഭവമാണ് ഇപ്പോൾ സരസ്വതി വിദ്യാലയത്തിലെ ബസ് കണ്ടക്ടറായ ജയശ്രീക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ അനുഭവം വളരെ വേദനാജനകമാണ്. ഈ പട്ടികജാതി സമൂഹത്തിന് തന്നെ മൊത്തത്തിൽ ഇതൊരു മനോവിഷമത്തിനും സമൂഹത്തിൽ ആക്ഷേപസ്വരത്തിലുള്ള ഒരു സംഗതിയായി പോലും ഞങ്ങളിതിനെ കാണുന്നു. നിങ്ങൾക്ക് ഈ പട്ടികജാതിക്കാരെന്ന് പറയുന്നവരെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിലും ഇത്തരം ആക്ഷേപങ്ങൾ നടത്തുന്നത് വളരെ വേദനാജനകമുള്ള സംഗതിയാണ്. ആയതുകൊണ്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഇയാളെ ആ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക, ഇയാൾ SC ST അട്രോസിറ്റി നിയമപ്രകാരം കേസെടുത്ത് ജയിലിലടയ്ക്കുക. നിയമപരമായും സംഘടനാപരമായും ഞങ്ങളതിനെ നേരിടും. അത് നിയമപാലകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളതിനെ ശക്തമായ രീതിയിൽ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ജാതി വിവേചനം മൂലം സ്കൂൾ പ്രവേശനത്തിന് വിലക്കുണ്ടായിരുന്ന പഞ്ചമിയുടെ ചരിത്രം വീണ്ടും മറ്റൊരു തരത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഇരയാകുന്നത് പഞ്ചമിയുടെ 4ാം തലമുറയിലെ ജയശ്രീക്കാണ്. അതേസമയം ജോലിയിൽ തുടരുന്നതിന് ബുദ്ധിമുട്ടുകൾ അറിയിച്ച് ജയശ്രീ സ്വയം പിരിഞ്ഞുപോയതാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു.